ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ പി ക്യു ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒ ആൻഡ് ആംഗിൾ ബി എ ക്യു ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഷോ ദാറ്റ് ബി പി ഈക്വൽ ടു ബി ക്യു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ബി പി ഈക്വൽ ടു ബി ക്യു. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി ക്യു ഈസ് എ ടാൻജൻറ്റ് ഗിവൺ അല്ലേ. പി ക്യു ഈസ് എ ടാൻജൻറ്റ്. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. പ്രൂവ് ദാറ്റ് ബി പി ഈക്വൽ ടു ബി ക്യു. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഡയഗ്രാം ഒന്നുകൂടി വരയ്ക്കാം. ബി പി ഈക്വൽ ടു ബി ക്യു എന്ന് കാണിക്കണമെങ്കിൽ അല്ലേ, ബി പി ഈക്വൽ ടു ബി ക്യു എന്ന് കാണിക്കണമെങ്കിൽ ഈ രണ്ട് ആംഗിളും സെയിം ആണെന്ന് കാണിച്ചാൽ നമുക്ക് ബി പി ഈക്വൽ ടു ബി ക്യു എന്ന് പറയാൻ പറ്റില്ലേ? ഐസോസിലസ് ആണെന്ന് കാണിച്ചാൽ പോരെ? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് കാണിക്കാൻ പറ്റിയാൽ ഐ ക്യാൻ റൈറ്റ് ബി പി ഈക്വൽ ടു ബി ക്യു. അപ്പോൾ ഈ രണ്ട് ആംഗിൾ കാണണവരും അല്ലേ, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദീസ് ടു ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ എ ബി ഒരു ഡയമീറ്റർ ആണല്ലേ, ശരിയാണോ? എ ബി ഈസ് എ ഡയമീറ്റർ. 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അതായത് ഒരു സെമി സർക്കിളിലുള്ള ആംഗിളാണ്. അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊരു സെമി സർക്കിളാണ്, ഹാഫ് ഓഫ് എ സർക്കിളാണ്. ഇതിനകത്ത് വരയ്ക്കുന്ന എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. എങ്ങനെ ആംഗിൾ വരച്ചാലും ഓൾ ദ ആംഗിൾസ് ഡ്രോൺ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. സോ ഇപ്പോൾ ആംഗിൾ ക്യൂ, ഈ ആംഗിൾ എ ക്യൂ ബി ഈസ് എൻ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഇത് 90 ആണല്ലേ. ഇത് 30, ഇത് 90, അപ്പോൾ ഇത് 60. അതറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ സ്മോളർ ആംഗിൾസ് 90 ഡിഗ്രിയാണ് ആഡ് ചെയ്താൽ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ടു ആംഗിൾസ് വിൽ ബി 90. അപ്പോൾ ഇത് 30 ആവുമ്പോൾ ഇത് 60 ആയിരിക്കണം. അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതാം. അപ്പോൾ എന്താണ് ആദ്യം തന്നെ എഴുതേണ്ട സ്റ്റെപ്പ്? സൊല്യൂഷൻ. ആംഗിൾ എ ക്യൂ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, അതാണ് അതിൻ്റെ റീസൺ. അടുത്ത സ്റ്റെപ്പിൽ ഇത് 60 ആണെന്നുള്ള റീസൺ എഴുതുക. ആംഗിൾ എന്താണ്? ക്യൂ ബി എ. കറക്റ്റ്. ആംഗിൾ ക്യൂ ബി എ ഈസ് ഈക്വൽ ടു 90 മൈനസ് 30 ഈക്വൽ ടു 60 ഡിഗ്രി. സം ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിയർ ആയി അല്ലേ? ഞാൻ ഇതിന് മായ്ക്കാണ്. ഇത് ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ ഈ 90യുടെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ഇത് 60 ആകുമ്പോഴേ ഇതിൻ്റെ പുറത്തൊരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ആംഗിൾ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദിസ് ആംഗിൾ? അത് ആവശ്യം വരും. ഈ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ് അല്ലേ? ഈ ഫുൾ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇത് 60 ആയിക്കഴിഞ്ഞാൽ ദ റിമൈനിങ് വിൽ ബി 180 മൈനസ് 60. അതായത് ആംഗിൾ ക്യൂ ബി പി. ആംഗിൾ ക്യൂ ബി പി ആണ് ഞാൻ പറയുന്നത്. ആംഗിൾ ക്യൂ ബി പി വിൽ ബി 180 മൈനസ് 60. ലീനിയർ പെയർ അല്ലേ? ശരിയല്ലേ? ആംഗിൾ ക്യൂ ബി പി വിൽ ബി 180 മൈനസ് 60, 120 ഡിഗ്രി. റീസൺ ലീനിയർ പെയർ. ഓക്കെ, ഞാൻ ഈ ഔട്ട് സൈഡ് ഈ പുറത്തുള്ള ഈ ട്രയാങ്കിളില്ലേ, ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കാണാൻ പോവാണ്. അപ്പോൾ ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് 120 ഡിഗ്രി. ഇവിടെ എഴുതി വെക്കാം അല്ലേ? 120. ഇനി നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കാണിക്കണം. അതാണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ആ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കാണിക്കണം. ഓക്കെ, ഇനി ഞാൻ വേറൊരു കൺസ്ട്രക്ഷൻ ചെയ്യാണ്. പി ക്യു ഈസ് എ ടാൻജൻറ്റ്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും അല്ലേ? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് പി ക്യു ഈസ് എ ടാൻജൻറ്റ്. ഒയിന്ന് ക്യൂയിലോട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഒയിന്ന് ക്യൂയിലോട്ട് ജോയിൻ ചെയ്യുക. പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്യണം.
അത് ഏത് ക്വസ്റ്റ്യനിലും ടാൻജൻറ്റ് തന്നു കഴിഞ്ഞാൽ സെൻറ്ററും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്യണം. നമുക്കറിയാം ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ വിത്ത്, ശരിയല്ല, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ വിത്ത് ദിസ് ടാൻജൻറ്റ്. കറക്റ്റ് അല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ശരിയാണല്ലോ, 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി കാണട്ടെ, ചെറിയൊരു കാര്യം. ഇത് റേഡിയസ് അല്ലേ? ഒ ബി റേഡിയസ് ആണല്ലോ, ഒ ക്യൂവും റേഡിയസ് ആണല്ലേ, ഒ ബിയും റേഡിയസ്, ഒ ക്യൂവും റേഡിയസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈഡും സെയിം ആയതുകൊണ്ട് ദിസ് ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഈ ആംഗിൾ 60 ആകുമ്പോൾ ഈ ആംഗിൾ 60 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? 60 ഡിഗ്രി, ശരിയല്ലേ? ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇത് 60 ആണെങ്കിൽ ഇതും 60 ആണ്. അപ്പോൾ അതിവിടെ എഴുതാം അല്ലേ? ആംഗിൾ ഒ ക്യൂ ബി, ആംഗിൾ ഒ ക്യൂ ബി ഈക്വൽ 60 ഡിഗ്രി. റീസൺ എഴുതാൻ അറിയാമല്ലോ അല്ലേ? എന്താണ്? ട്രയാങ്കിൾ ഒ ബി ക്യൂ. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, ദ സൈഡ്സ് ആർ ഈക്വൽ, ഒ ബി ആൻഡ് ഒ ക്യൂ ആർ ഈക്വൽ. റീസൺ ഒ ബി ഈക്വൽ ടു ഒ ക്യൂ. സോ ഇറ്റ് ഈസ് ഐസോസെലസ് അല്ലേ? ഐസോസെലസ് ആണ്. അപ്പോൾ ആ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി അധികം സ്റ്റെപ്പുകളില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ശ്രദ്ധിച്ചിരിക്കണം, ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഈ ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ആംഗിൾ, ദിസ് ടോട്ടൽ ആംഗിൾ ഇസ് 90. അതായത് എന്താണ്? റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജൻറ്റ്. പി ക്യു ടാൻജൻ്റ് അല്ലേ? ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ത്രൂ ദ ടാൻജൻറ്റ് ആൻഡ് ദ ടാൻജൻറ്റ് ആർ പെർപെൻഡിക്കുലർ. ഇത് 90 ആണ്, ഇത് ഫുള്ളും. അതിൽ ഇത്രയും പാർട്ട് 60 ആയി പോയി അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഫുള്ള് 90, അതിൽ ഇത്രയും പാർട്ട് 60 ആയി പോയി. 90 minus 60 will be, 90 minus 60 will be what? ഇവിടെ 90 നിന്ന് 60 മൈനസ് ചെയ്താൽ ഈ ആംഗിൾ 90 minus 60 30 കിട്ടും. ഈ ആംഗിൾ 30 ആണ്. അപ്പോൾ ആ റീസൺ ഇവിടെ എഴുതാം അല്ലേ? എന്താണ്? ആംഗിൾ ഒ ക്യൂ പി ഈക്വൽ ടു 90 ഡിഗ്രി. അത് തിയറാണ്. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. The radius through the point of contact and the tangent are perpendicular. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാനിപ്പോൾ എഴുതിയ 30 ഡിഗ്രി എഴുതാം. ആംഗിൾ ബി ക്യു പി, ആംഗിൾ ബി ക്യു പി ഈക്വൽ ടു 30 ഡിഗ്രി. അതെങ്ങനെ കിട്ടിയത്? 90 minus 60. ഫിഗർ നോക്കി എഴുതിയാൽ മതി. 90 minus 60 30. ഓക്കെ, അത് ക്ലിയറായി. ഇനി നമുക്ക് ഈ ആംഗിൾ കാണണം അല്ലേ? ദിസ് ആംഗിൾ പിയും കൂടി കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ? ട്രയാങ്കിൾ ക്യൂ ബി പി. കറക്റ്റ്, ട്രയാങ്കിൾ ക്യൂ ബി പി. അതിൽ ആ ആംഗിൾ പി ആണ് അറിയാത്തത്. ആംഗിൾ പി അറിയില്ല. ഈ 3 ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടണം അല്ലേ? 3 ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ ആംഗിൾ പി പ്ലസ് 30 പ്ലസ് 120 ഈക്വൽ ടു 180. റീഅറേഞ്ചിങ് സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. റീഅറേഞ്ചിങ് വി ഗെറ്റ് ആംഗിൾ പി ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പിയും 30 ഡിഗ്രിയാണ്. സോ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ? നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. ഇത് രണ്ടും 30 ഡിഗ്രി ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ ബി പി ഈക്വൽ ടു ബി ക്യു. ശരിയല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ഹെൻസ് ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ബി ക്യു പി ഈക്വൽ ടു 30 ഡിഗ്രി, ഐസോസെലസ് ട്രയാങ്കിൾ. ഹെൻസ് ബി പി ഈക്വൽ ടു ബി ക്യു. ഇതാണ് ആൻസർ.